ഫാമേ, ഇതാരാ? ലക്ഷ്മിയോ? കയറി വാ. സുഖമാണോ നിനക്ക്? ആ, എനിക്ക് സുഖം. നിനക്ക് സുഖാണോ? എവിടെ മക്കള്? ആ, എനിക്ക് സുഖം. മക്കൾ ഓരോ തിരക്കാർക്ക്. ഇവിടെ രണ്ടുപേരുണ്ടോ? എവിടെ പോയി അവര്? അവർ രണ്ടുപേരും എവിടെയോ പോയേക്കുവാ. ഞാൻ വന്നത് കുട്ടികളുടെ കാര്യം സംസാരിക്കാൻ. ശ്രീകുട്ടാ, നിനക്കൊന്ന് സ്കൂളിൽ പോണ്ടേ? ഓ ശരിയാ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. എന്താണ് അമ്മയും മോനും കൂടി ഒരു സംസാരം? നിനക്കെന്താ ഗൗരി, ബോധമൊന്നുമില്ലേ? നിങ്ങളുടെ അല്ലേ ജീവിതം. എന്തോന്ന്? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മോനെ, കുറവുണ്ട്. മരുന്നൊക്കെ കൃത്യമായി ഞാൻ കഴിക്കുന്നുണ്ട് മോനെ. ശരി. പിന്നെ ലക്ഷ്മിയുടെ വീട്ടിൽ പോകാനാണ് പ്ലാനെങ്കിൽ അത് നടക്കില്ല അമ്മേ. അതെന്താ? എന്റെ മോളെ കാണാൻ അങ്ങോട്ട് പോയാൽ? അമ്മേ, അങ്ങോട്ട് പോയാൽ അവിടെ ഇനി അമ്മയെ കയറ്റില്ല. അതെന്താ? അമ്മയുടെ സ്വഭാവം കാരണം ഇനി അമ്മ അവിടെ കയറ്റില്ല. അതുകൊണ്ട് അമ്മ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ. കാശിയേട്ടാ, ആ ദയാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ദയാ പറയാനുള്ളത്? അത് പിന്നെ കാശിയേട്ടാ, എനിക്ക് കാശിനെ ഇഷ്ടമാണ്. എന്താ നീ പറഞ്ഞത്? ഐ ലവ് യു എന്നാ പറഞ്ഞത്. എനിക്ക് കാശിനെ 8 വർഷം കൊണ്ട് ഇഷ്ടാണ്. ദയാ, എനിക്ക് നിന്നെ ഇഷ്ടാണടി. ശരിക്കും കാശിനെ എന്നെ ഇഷ്ടാണോ? അതേടി പൂച്ചക്കുഞ്ഞ്. പവി, എന്തേട്ടാ? അതുണ്ടല്ലോ പവി, എനിക്ക് ഒരാളെ ഇഷ്ടാടാ. ഒന്ന് എനിക്ക് സെറ്റാക്കി തരോ? അതിന് ആരാ ഏട്ടാ കക്ഷി? ഓ, ആ നിൽക്കുന്ന ആള്. ഏത്? സത്യേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയോ? അതെ ഏട്ടാ, ഇവൾക്ക് ഏട്ടനെ ഇഷ്ടമാണ്. ഇവളുടെ ക്രഷാണ് ഏട്ടൻ. ശരിക്കും? അതെ ഏട്ടാ. രുദ്രേട്ടാ, ഞാൻ നീ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം അറിയാം. നീ കരയണ്ട. സോറി രുദ്രേട്ടാ. സാരമില്ല, പോട്ടെ. ഹായ് ഗായ്സ്, അപ്പോൾ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. പിന്നെ എന്താ, നല്ല മഴയായപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്തത് ഗൈസ്. ഇത് പിന്നെ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ 2-3 എപ്പിസോഡും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശ്രീബാല തീരും, ഒള്ളിയൂ ഞാൻ തുടങ്ങും. അത് എൻ്റെ ഒരു പുതിയ സ്റ്റോറിയും കൂടെ ഉണ്ട്, തുടങ്ങും. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം അത്ര ബോറായി പോയെന്ന്. പിന്നെ എന്താ ചെയ്യാൻ, എൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടി ഇടുന്നു. പിന്നെ എന്താ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടാനൊന്നും മറക്കല്ല കേട്ടോ.